ഗൈസ്, ഗീക്ക് ബോസിന്റെ GBC Sigma G ഹൈഡ്രോ സീരീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലൈനപ്പ് ആയ G5 ഹൈഡ്രോ സീരീസിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഒരു വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ ഗെയിമേഴ്സിനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും എഡിറ്റേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് 7000 സീരീസ് വെച്ചിട്ടുള്ള 40 സീരീസ് കാർഡും വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള PC ആണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇറ്റ് ഈസ് അണ്ടർ 90,000 rupees. So without wasting much time, this is Prashant Avi and you're watching Geek. ഗൈസ്, ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രോസസ്സർ സത്യം പറഞ്ഞാൽ കുറേ മോഡൽസ് നമ്മൾ ട്രയലും ടെസ്റ്റും ചെയ്തതിന് ശേഷം കുറേ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡുകൾ എല്ലാം G സീരീസ് ആയിക്കോട്ടെ, X സീരീസ് ആയിക്കോട്ടെ, R സീരീസ് ആയിക്കോട്ടെ എല്ലാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിൽ ഒന്നും തന്നെ നമ്മൾ കോംപ്രമൈസും ചെയ്യാറില്ല. നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് AMDയുടെ Ryzen 5 7600X ആണ്. 6 കോറും 12 ത്രെഡും വരുന്ന 5.3 GHz മാക്സ് ബൂസ്റ്റോട് കൂടിയുള്ള ഒരു 7000 സീരീസ് പ്രോസസ്സർ ആണ്. നമ്മൾ ചില ആൾക്കാർക്ക് അറിയാം 5800X കുറെ കൂടെ ബെറ്റർ ആയിരുന്നു. നേരത്തെ നമ്മൾ പല സമയത്തും റെക്കമെൻഡ് ചെയ്തൊരു പ്രോസസ്സർ തന്നെയാണ് അത് Ryzen 7 വരുന്നത് കേട്ടോ. പക്ഷേ നിയർലി 25 to 30% പെർഫോമൻസ് ഹൈക്ക് 7000 സീരീസിലെ ഈ ഒരു പ്രോസസ്സറിന് അവൈലബിൾ ആണ്. അതുമല്ല, ഇതിൽ എല്ലാം ട്രയൽ ടെസ്റ്റഡ് ആണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ഇത് വന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഗീക്ക് ബോസ് ഇപ്പം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറാണ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്യുവർലി അൺലോക്ക്. ഗൈസ്, ഈ ഒരു PC-യിൽ നമ്മൾ മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമുക്ക് കുറേ സീരീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ASUS ആയിക്കോട്ടെ, Gigabyte ആയിക്കോട്ടെ, MS ആയിക്കോട്ടെ, SROC ആയിക്കോട്ടെ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വൈഫൈ വേണം, ബ്ലൂടൂത്ത് വേണം, ആവശ്യം ഒരു 32 GB വരെ നമുക്ക് അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസ് മിനിമം നമുക്ക് ഈ ഒരു PC-യിൽ വേണം. കാരണം ബഡ്ജറ്റ് ആ റേഞ്ചിന് 32 GB ഒക്കെയാണ് ഏറ്റവും മാക്സ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഡുവൽ SSD സ്ലോട്ട്, അതേപോലെ തന്നെ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള എന്നാൽ ഓവർ ക്ലോക്കിങ്ങിൽ ഒട്ടും തന്നെ പിന്നിലല്ലാത്ത ഒരു ചിപ്സെറ്റ് വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് MSIയുടെ B650M ഗെയിമിംഗ് വൈഫൈ ആണ്. നമുക്ക് ഈ ഒരു ബോർഡ് അണ്ടർ 10 to 11,000 റേഞ്ചിന് താഴെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു മദർ ബോർഡ് ചൂസ് ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്ന B650 ഗെയിമിംഗ് പ്ലസ് വൈഫൈയും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ 5000 രൂപ നിങ്ങൾ അതിനുവേണ്ടി എക്സ്ട്രാ മുടക്കണം. ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു GPU അപ്ഗ്രേഡിലോട്ടോ അല്ലെങ്കിൽ ഈവൻ ഒരു CPU അപ്ഗ്രേഡോ ഞങ്ങൾ ഓപ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് മദർ ബോർഡാണ്. ആൻഡ് മോർ ഓവർ ദിസ് ഈസ് ഫ്രം MSI. ഗൈസ്, മെമ്മറി ഫ്രീക്വൻസിയും മെമ്മറി ചോയ്സും ആയിട്ട് ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തത് G-Skillന്റെ 16 GB 5200 MHz റാം ആണ്. നോൺ RGB വേരിയന്റ് ആണ്. കാരണം നമുക്ക് മേജർലി പെർഫോമൻസ് ഓറിയന്റഡ് PC ബിൽഡാണ് നമ്മൾ സിഗ്മ സീരീസ് ലൈനപ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എസ്തെറ്റിക്സിനെ കാട്ടിലും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് പെർഫോമൻസ് ആണ്, പ്യുവർ റോ പെർഫോമൻസ്. സോ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമ്പണൻസ് എന്ന് പറയുന്നത് ഈ RGB ഫ്ലയേഴ്സ് ഒക്കെയാണ്. സ്റ്റിൽ വി ആർ നോട്ട് ചീപ്പിംഗ് ഇറ്റ് ഔട്ട് ബിക്കോസ് വാറണ്ടി 10 years പ്രൊവൈഡ് ചെയ്യുന്ന G-Skill മെമ്മറിയാണ് ഞങ്ങൾ ഈ ഒരു PC ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് you can usually update to 32 GB in future too. Guys, അടുത്തത് സ്റ്റോറേജ് ആണ്. നമ്മുടെ എല്ലാ സിഗ്മ സീരീസും ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓൺ ഡിഫോൾട്ട് ഈസ് ഫ്രം 500 GB PCI 4.0 ആണ്. അതായത് എല്ലാ സീരീസിലും നമുക്ക് സ്റ്റോറേജ് മിനിമം നിങ്ങൾക്ക് 500 GB M.2 NVMe PCI 4.0 SSD കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഔട്ട് ടു 1 TB or 2 TB. നിങ്ങൾക്കത് കൺസൾട്ടന്റുമായിട്ട് സംസാരിക്കുമ്പോൾ യു ക്യാൻ ഈസിലി കസ്റ്റമൈസ് ദാറ്റ്. ഗൈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് മൾട്ടി പർപ്പസ് ഓറിയന്റഡ് ഒരു PC ആണ്. സത്യം പറഞ്ഞാൽ നേരത്തെ നമ്മളൊരു ഓൾറൗണ്ടർ PC എന്ന് പറഞ്ഞൊരെണ്ണം ചെയ്തിരുന്നു. അത്രമാത്രം പവർഫുൾ ഒന്നും അല്ല എങ്കിൽ പോലും ആ റേഞ്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അത്രയും ബഡ്ജറ്റ് നിങ്ങൾ 1.5 ലക്ഷം രൂപയൊന്നും മുടക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു PC ആണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് NVIDIയുടെ MSIയുടെ ലൈനപ്പിലുള്ള ഒരു സീരീസ് ആണ്. RTX 4060 Ventus 2X OC ആണ്. 8 GB ആണ് VRAM വരുന്നത്. ഇത് ഒരു ഗെയിമറിനെ സംബന്ധിച്ചും ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചും മോർ ദാൻ ഇനഫ് ആണ്. ഓൺ 2K അപ് ടു ഫുൾ HD to 2K വരെ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. 4K ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 4Kക്ക് നിങ്ങൾ 4070 സൂപ്പർ പോലത്തെ ഹയർ എൻഡ് ആയിട്ടുള്ള വേരിയന്റ് ഉപയോഗിക്കുക. അതിനുവേണ്ടി ഗീക്ക് ബോസിന്റെ R1 സീരീസ് ഞാൻ ഫ്യൂച്ചറിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഗൈസ്, അടുത്തത് ലിക്വിഡ് കൂളർ ആണ്. ലിക്വിഡ് കൂളർ ചോയ്സ് ആയിട്ട് 240mm ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 240mm ലിക്വിഡ് കൂളർ ഈ പറഞ്ഞ ഹൈഡ്രോ സീരീസിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒന്ന് മാച്ചിങ് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് വരാനും മോർ ഓവർ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 7600X എന്ന് പറയുന്നത് അൺലോക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5.
6.3 ആണ് മാക്സ് ബൂസ്റ്റ് പറയുന്നത്. അത്ര കിട്ടിയില്ലെങ്കിലും ഒരു 5 GHz വരെയൊക്കെ പുൾ ചെയ്യാൻ ഈസിലി നിങ്ങൾക്ക് ഈ 240mm കൊണ്ട് പറ്റും. മോർ ഓവർ ഇത് ഈ ഒരു ലിക്വിഡ് കൂളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 360 അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഫ്യൂച്ചർ ഓപ്ഷൻസ് നമ്മൾ ഈ ഒരു PC യിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SMBS ചോയ്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. പലരും ചീപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് PSU. ഞങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ റിലയബിലിറ്റി ഉള്ള ഡീപ് കൂളിന്റെ PK650 എന്ന് പറയുന്ന ഒരു PSU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോർ ദാൻ ഇനഫ് ആയിട്ടുള്ള പവർ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു 40-70 ഒക്കെ വെക്കുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റിൽ യൂസ് ദിസ്. കാരണം അതിന്റെ TDP ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിലുപരി ഡിഫീറ്റ്സ് ഫ്രം ഡീപ് കൂൾ ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് 5-year വാറണ്ടി. 5 വർഷം വാറണ്ടി ഉണ്ട്. ബ്രോൺസ് സർട്ടിഫൈഡ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 750 850 വേണമെങ്കിലും ഫീച്ചറിൽ ഓപ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ സ്പേസ് ചെയ്തിരിക്കുന്നത് MSIയുടെ MAG 320R എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റിലാണ്. 4 ARGB ഫാൻസ് വരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് എർഗോണമിക് ലുക്ക് ആയിക്കോട്ടെ, എസ്തെറ്റിക്സ് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ആൻഡ് ദ ബിൽഡ് ക്വാളിറ്റി ഈസ് സൂപ്പർ ഫൈൻ. കാരണം 4 ARGB ഫാൻസ് വരുന്ന പല മോഡൽസും നമ്മൾ ഇതിന് മുമ്പ് ഏർലിയർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടും പിന്നെ മോർ ഓവർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മേജർ കോമ്പണൻസ് ആർ ഫ്രം MSI. അതുകൊണ്ട് തന്നെ MSIയുടെ ഒരു തീം ബിൽഡ് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ അതിന് MSIയുടെ MAG 320R ആണ് ഉപയോഗിച്ചത്. 3 ഇൻടേക്ക് വരുന്നുണ്ട്. ARGB ഫാൻസ് ആണ്, ഫുള്ളി കസ്റ്റമൈസബിൾ ആൻഡ് RGB കൺട്രോളബിൾ ആണ്. എക്സോസ്റ്റ് ഫാൻ ആയിട്ട് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രം 120mm ഫാനുമാണ്. ഗൈസ് ഈ ഒരു PC കറന്റ്ലി ഗീക്ക് ബോസിന്റെ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് 87,999 geekbox.in നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്യൂർലി ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട്, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗീക്ക് ബോസിൽ വിളിക്കുമ്പോൾ കസ്റ്റമൈസേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലൈൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഗീക്ക് ബോസിന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. 10:30 till 6:30 വരെ വർക്കിംഗ് അവേഴ്സിൽ ആൻഡ് വർക്കിംഗ് ഡേയ്സിൽ അവൈലബിൾ ആണ്, എക്സെപ്റ്റ് സൺഡേസ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഡെഫിനറ്റ്ലി റിപ്ലൈ കിട്ടും. നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്യൂർലി നോക്കുന്ന ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഈ ഒരു സർവീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് ഗീക്ക് ബോക്സ് ട്രിവാൻഡ്രം ഓഫീസിലും കൊച്ചിൻ ഓഫീസിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു കോമ്പണന്റ് വേണോ കസ്റ്റമൈസ്ഡ് PCയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കപ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോണിറ്റർ അതും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എസ്പെഷ്യലി 40 സീരീസും ഒരു 7000 സീരീസും പ്രൊസറൊക്കെ ഉപയോഗിക്കുമ്പോൾ തീരെ കുറഞ്ഞ ഒരു മോണിറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇതിലെ MSIയുടെ തന്നെ MAG G255F എന്ന് പറയുന്ന 180Hz IPS പാനൽ നല്ലൊരു മോണിറ്ററാണ്. 25 ഇഞ്ചാണ് കേട്ടോ. 1ms RTG നമുക്ക് റെസ്പോൺസ് ടൈം ഒക്കെ കിട്ടുന്ന ഒരു മോണിറ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബെൻക്യൂന്റെ മൊബിയസ് സീരീസും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത് ഇറ്റ്സ് അപ്പോൺ യുവർ ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ ഇത് CPU ബഡ്ജറ്റ് ആണ്. നമ്മൾ ഈ ഒരു റിഗ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബഡ്ജറ്റാണ് വരുന്നത്. ആൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇതിന്റെ FPS-ഉം ക്വാളിറ്റിയാണ്. സോ ഡു ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ FPS ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഗൈസ് FPS ഒക്കെ കണ്ട് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ PC നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു വാവ് ഫാക്ടർ ഉള്ള ഒരു PC ബിൽഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു PCയിൽ ചിലപ്പോൾ കസ്റ്റമൈസേഷൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ആ അവസരം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കമൻറ്റ് ബോക്സ് അതിനാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാനും മറക്കണ്ട. സോ ഗൈസ് അടുത്തൊരു കൂൾ വീഡിയോയും സീരീസുമായിട്ട് നമ്മൾ വരുന്നുണ്ടാവും. So see you on next video. Prashant Davi signing out.